അമേരിക്കയും ചൈനയും ബദ്ധശത്രുക്കളാണെന്ന് നമുക്കറിയാമല്ലോ. അമേരിക്കയുടെ സൈനിക ആയുധ ശേഷിക്ക് സമാനമായി തന്നെ സൈനിക ആയുധ സന്നാഹങ്ങളും ചൈന ഒരുക്കുന്നുണ്ട്. നമ്മളുടെ അറിവ് പ്രകാരം ലോകത്തെ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ ഏജൻസി അമേരിക്കയുടെ CIA ആണ്. എന്നാൽ ഒടുവിൽ വരുന്ന ചില റിപ്പോർട്ടുകൾ അമേരിക്കയെ ഞെട്ടിക്കുന്നതാണ്. കാരണം അമേരിക്കയുടെ അഭിമാന സ്തംഭമായി കരുതപ്പെടുന്ന 5ാം തലമുറ യുദ്ധവിമാനമായ F-35 ഇതിൻ്റെ സകല വിവരങ്ങളും ചൈന അടിച്ചുമാറ്റി എന്നുള്ളതാണ് പുറത്തുവരുന്ന വാർത്തകൾ. ചൈനയുടെ J-35A യുദ്ധവിമാനം F-35നെ അതേപടി പകർത്തിയതാണ്. ഇപ്പോൾ ചൈനീസ് പൈലറ്റുമാരെ പരിശീലിപ്പിച്ച അമേരിക്കൻ മുൻ വ്യോമസേന പൈലറ്റ് പിടിയിലായിരിക്കുകയാണ്. എയർഫോഴ്സിലെ മുൻ മേജർ ജെറാൾഡ് ബ്രൗൺ ആണ് രാജ്യദ്രോഹ കുറ്റത്തിന് പിടിയിലായതെന്ന് അമേരിക്കൻ നീതിന്യായ വകുപ്പ് സ്ഥിരീകരിക്കുന്നുണ്ട്. കഴിഞ്ഞ ബുധനാഴ്ച ഇൻഡ്യാനയിൽ നിന്ന് പിടിയിലായ ഇയാൾക്കെതിരെ രാജ്യദ്രോഹം, തട്ടിപ്പ്, ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്. അമേരിക്കൻ സൈനിക രഹസ്യം ശത്രു രാജ്യമായ ചൈനയ്ക്ക് ചോർത്തി നൽകിയെന്ന ഗുരുതരമായ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. 65 വയസ്സുകാരനായ ജെറാൾഡ് ബ്രൗൺ അമേരിക്കൻ വ്യോമസേനയിൽ പതിറ്റാണ്ടുകളുടെ അനുഭവ സമ്പത്തുള്ളയാളാണ്. F-35 ലൈറ്റ്നിംഗ് വിമാനങ്ങളുടെ പരിശീലകനായും പ്രവർത്തിച്ചിട്ടുണ്ട്. വ്യോമസേനയിൽ 24 വർഷം സേവനമനുഷ്ഠിച്ച ബ്രൗൺ ആണവ ആയുധങ്ങൾ കൈകാര്യം ചെയ്യുന്നതടക്കം നിർണായക സാമഗ്രികൾ കൈകാര്യം ചെയ്ത അനുഭവ സമ്പത്ത് ഉള്ളയാളുമാണ്. 1996-ൽ സൈനിക സേവനം അവസാനിപ്പിച്ച ഇയാൾ പിന്നീട് ഒരു കൊമേഴ്സ്യൽ പൈലറ്റായി ജോലി ചെയ്തു. അമേരിക്കൻ വ്യോമസേനയിലെ പൈലറ്റുമാർക്ക് F-35ലും A-10 യുദ്ധവിമാനങ്ങളിലും പരിശീലനം നൽകുന്ന കരാർ ജീവനക്കാരനായും ഇയാൾ പ്രവർത്തിച്ചിട്ടുണ്ട്. 2023-ൽ ചൈനയിലേക്ക് പോയ ജെറാൾഡ് ബ്രൗൺ അവിടെ ചൈനീസ് പൈലറ്റുമാരെ പരിശീലിപ്പിക്കുന്ന ചുമതല ഏറ്റെടുക്കുകയായിരുന്നു. 2026 ഫെബ്രുവരിയിലാണ് ഇയാൾ അമേരിക്കയിലേക്ക് മടങ്ങിയെത്തിയത്. ചാരവൃത്തിക്ക് 2016-ൽ അമേരിക്കയിൽ പിടിയിലായ ചൈനീസ് പൗരൻ സ്റ്റീഫൻ സു ബിൻ ആണ് ജെറാൾഡ് ബ്രൗണിനെ ചൈനയിൽ എത്തിക്കുന്നതിന് ഇടനിലനിന്നത്. അമേരിക്കൻ പ്രതിരോധ സാമഗ്രികൾ കൈകാര്യം ചെയ്യുന്ന കോൺട്രാക്ടറുടെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്തതിനാണ് സ്റ്റീഫൻ സു ബിൻ പിടിയിലായത്. അമേരിക്കൻ മുൻ സൈനികരെ സ്വാധീനിച്ച് സ്വന്തം സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ ചൈന വലിയ ശ്രമം നടത്തുന്നുണ്ട്. ഇത്തരം സ്വാധീനങ്ങൾക്ക് വശംവദരാകുന്നവർക്കുള്ള ശക്തമായ മുന്നറിയിപ്പാണ് ജെറാൾഡ് ബ്രൗണിന്റെ അറസ്റ്റ് എന്നാണ് FBI അസിസ്റ്റന്റ് ഡയറക്ടർ റോമൻ റോഷവസ്കി പറയുന്നത്. പരമ്പരാഗത യുദ്ധവിമാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അമേരിക്കയുടെ F-35 എന്നും ഒരുപടി മുന്നിലാണ്. പറക്കുന്ന സൂപ്പർ കമ്പ്യൂട്ടർ എന്നാണ് F-35നെ അറിയപ്പെടുന്നത് തന്നെ. മറ്റ് യുദ്ധവിമാനങ്ങളെ പോലെ വേഗതയിലും നേർക്കുനേർ ഏറ്റുമുട്ടലിലും മാത്രമല്ല, വിവരശേഖരണം നടത്തി മറ്റ് സൈനിക വിഭാഗങ്ങൾക്ക് കൈമാറാനും മിടുക്കുണ്ട്. മറ്റ് വിമാനങ്ങളെ പോലുള്ള ഡാഷ്ബോർഡിന് പകരം എല്ലാ വിവരങ്ങളും പൈലറ്റിന്റെ ഹെൽമറ്റിൽ സജ്ജീകരിച്ച സ്ക്രീനിൽ തെളിയുന്ന തരത്തിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. നിലവിൽ ലോകത്തുള്ള ഏറ്റവും വിലപിടിച്ച യുദ്ധവിമാനമെന്നും F-35നെ വിശേഷിപ്പിക്കുന്നുണ്ട്. അമേരിക്കയുടെ F-35 യുദ്ധവിമാനങ്ങളുടെ വിവരങ്ങൾ ചൈന ചോർത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഇതാദ്യമായല്ല പുറത്തു വരുന്നത്. അമേരിക്ക F-35 യുദ്ധവിമാനങ്ങൾ അവരുടെ പല സഖ്യരാജ്യങ്ങൾക്കും കൈമാറിയിട്ടുമുണ്ട്. ഇത്തരത്തിൽ 2022-ൽ ഓസ്ട്രേലിയയിൽ മുൻ വൈമാനികനായ ഡാനിയൽ ഡഗൻ പിടിയിലായിട്ടുണ്ട്. ഇയാളെ അമേരിക്കയ്ക്ക് വിട്ടുകിട്ടുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. അമേരിക്കയുടെ യുദ്ധോപകരണ കയറ്റുമതി നിയന്ത്രണ നിയമത്തിന്റെ ചട്ടങ്ങൾ ലംഘിച്ചതിനും ചൈനീസ് പൈലറ്റുമാർക്ക് പരിശീലനം നൽകിയതിനുമാണ് ഇയാൾക്കെതിരെ കുറ്റം ചുമത്തിയിരിക്കുന്നത്. എന്നാൽ ഓസ്ട്രേലിയൻ പൗരനായ തന്നെ അമേരിക്കയ്ക്ക് കൈമാറുന്നതിനെതിരെ ഇയാൾ കോടതിയെ സമീപിക്കുകയായിരുന്നു. ഡാനിയൽ ഡഗനെ അമേരിക്കയ്ക്ക് കൈമാറാൻ 2024 ഡിസംബറിൽ കോടതി ഉത്തരവിട്ടിരുന്നു. 57-കാരനായ ഇയാൾ 2014 മുതൽ ചൈനയിലായിരുന്നു താമസം. 2022-ൽ നാട്ടിൽ തിരിച്ചെത്തിയ ഉടൻ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ഡഗന്റെ പ്രവൃത്തി ഓസ്ട്രേലിയയിലെ നിയമവ്യവസ്ഥ പ്രകാരം കുറ്റകരമല്ലെന്നും ഇയാളെ അമേരിക്കയിലേക്ക് കൈമാറുന്നതിനുള്ള നീക്കം ഇരു രാജ്യങ്ങളും കുറ്റവാളികളെ കൈമാറുന്നത് സംബന്ധിച്ച കരാറിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമാണെന്നുമാണ് ഇയാളുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയത്. പുതിയ സാഹചര്യത്തിൽ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, കാനഡ, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങൾക്ക് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിലവിലുള്ളതോ വിരമിച്ചവരോ ആയ സൈനികരിൽ നിന്നോ മറ്റ് നാറ്റോ വൃത്തങ്ങളിൽ നിന്നോ ചൈന അമേരിക്കൻ സൈനിക രഹസ്യം ചോർത്താൻ ശ്രമിക്കുമെന്നും ഇതിനെതിരെ കരുതൽ വേണമെന്നുമാണ് നിർദ്ദേശം. ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി അമേരിക്കൻ ആയുധ രഹസ്യങ്ങൾ നേടുന്നതും
ഇതിനായി ആളുകളെ ചുമതലപ്പെടുത്തുന്നതും അമേരിക്കയുടെയും സഖ്യരാജ്യങ്ങളുടെയും താൽപ്പര്യങ്ങൾക്കും സുരക്ഷയ്ക്കും ഭീഷണിയാണെന്നും ഇത്തരം പ്രവൃത്തികൾക്ക് പിന്തുണ നൽകുന്നവർക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം അടക്കമുള്ളവ ചുമത്തുമെന്ന മുന്നറിയിപ്പും അമേരിക്ക നൽകുന്നുണ്ട്.